മുത്തുമണീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മാക്രോണി റെസിപ്പി കണ്ടാലോ? ഒരു ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഈ മാക്രോണി റെസിപ്പി ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മാക്രോണി തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോഴാണ് അതിൽ നന്നായി പിടിച്ച് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ എടുത്ത് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇത് അധികം നേരമൊന്നും വേവാനുള്ള സമയമല്ല, ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. എനിക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വേവണം, അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് കളയാൻ വേണ്ടിയിട്ട് വാർത്ത് വെക്കട്ടോ, ഊറ്റി വെക്കുക. ഒരു ഓട്ടപാത്രത്തിലേക്ക് ഞാൻ ഊറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പാത്രത്തിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെയ്തിട്ടുള്ള വല്യുള്ളി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടണം കേട്ടോ. അതിന് വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി അരച്ച പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടണം, ആ രീതിയിൽ വേണം വേവിക്കാൻ. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒക്കെ കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ വെന്തതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് മസാലയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ മാക്രോണി തിളപ്പിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൽ അടുത്തായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂണ് നിറയെ ഗരം മസാലപ്പൊടിയാണ്. അതുകൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്താലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ തൈരില്ല, ചെറുനാരങ്ങ ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തെന്നുള്ളൂ. നിങ്ങളുണ്ടാക്കുമ്പോൾ തൈര് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയിലയുടെ സെയിം അളവിൽ തന്നെയാണ് കേട്ടോ പുതിനയും കൂടിയും ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഞാനിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് നെയ്യാണ് കേട്ടോ. ഞാൻ മിൽമയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂണാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യും കൂടി ചേർത്തിട്ട് എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കൂടി പോവരുത്, അപ്പോൾ വിചാരിച്ച മാതിരി കിട്ടില്ല. കൂടിക്കഴിഞ്ഞാൽ കഞ്ഞി രൂപത്തിലൊക്കെ ആയി പോവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ആവരുത്. കറക്റ്റ് 1/2 ഗ്ലാസ് തന്നെ എടുക്കുക. എന്നിട്ട് ഈ മസാല എല്ലാം കൂടിയിട്ട് ഒന്ന് സെറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് നമുക്ക് മൂടി വെക്കാം കേട്ടോ. ചെറിയൊരു തള വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്. എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. അത് ചെറുതായി കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുത്തതാണ്. ക്രഷ് ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അത്ര അങ്ങോട്ട് പെർഫെക്റ്റായി കിട്ടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രസം, അതുകൊണ്ടാണ് കൈ വെച്ചിട്ട് പിച്ചിട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ മാക്രോണി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പം മസാല എല്ലാതും ഇതിൽ സെറ്റാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ അതാ നന്നായിട്ടെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സോസൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അത് ഓരോരുത്തരുടെ ഇഷ്ടം മാതിരി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടിപൊളി സംഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.